സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുവാനായിട്ട് ഇടയായല്ലോ. നെബൂഖദ്നേസർ കണ്ട 4 ലോകങ്ങളാൽ നിർമ്മിതമായ മഹാബിംബവും അപ്പോൾ തന്നെ ദാനിയേൽ ദർശിച്ച മഹാമൃഗങ്ങളും ഒരേ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജാതികളുടെ കാലം, ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന 2 പദം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 21:4, എഗസ്കേൽ 30:3 ആ ഭാഗങ്ങളിൽ ജാതികളുടെ കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ജാതികളുടെ പൂർണ്ണ സംഖ്യയെ കുറിച്ച് റോമാലേഖനം 11:25 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പലരും ഇത് ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ ജാതികളുടെ കാലം എന്നാൽ യഹൂദന്മാർ അല്ലാതെയുള്ള ഇവരെ ജാതികളുടെ പക്കൽ ലോകഭരണം, വിശേഷ്യ പലസ്തീൻ നാടിന്റെ ഭരണം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ കാലത്തെ കുറിക്കുന്ന അതിനുപയോഗിച്ചിരിക്കുന്നതായ പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ജാതികൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള കാലം, അതാണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്ന് റോമാലേഖനം 11:25 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. BC 606 നെബൂഖദ്നേസർ യെരുശലേം ആക്രമിച്ച് കീഴടക്കിയതായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. അപ്പോൾ തന്നെ യഹൂദന്റെ ആ രാജവാഴ്ച അസ്തമിപ്പാനായിട്ടും ഇടയായി തീർന്നു. യഹൂദന്റെ പക്കൽ നിന്ന് രാജവാഴ്ച പൊയ്പോയ ശേഷം ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് വരെയുള്ള കാലത്തിനുള്ളിൽ 4 ലോകൈക സാമ്രാജ്യങ്ങള് എഴുന്നേറ്റ് ലോകത്തെ ഭരണം ചെയ്യുമെന്നാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്. നെബൂഖദ്നേസർ അതിനെ 4 ലോകങ്ങളാൽ നിർമ്മിതമായ മഹാബിംബമായും അപ്പോൾ തന്നെ ദാനിയേൽ 4 മഹാമൃഗങ്ങളായും അത് തന്റെ ദർശനത്തിൽ ദർശിച്ചു. ദാനിയേൽ തന്റെ ദർശനത്തിൽ നോക്കിക്കൊണ്ട് ഇരിക്കയിൽ ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നതായിട്ടാണ് താൻ ദർശിച്ചത്. ഇതിന്റെ പ്രാവചനിക അർത്ഥം ലോകത്തിലെ വിവിധ ജനവർഗങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കടൽ അഥവാ പെരുവെള്ളം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. അത് യെശയ്യാ പ്രവചനം 17:12, 13, 57:20, വെളിപ്പാട് പുസ്തകം 17:15 ഈ വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ കാറ്റെന്നതിന് പ്രാവചനിക അർത്ഥം ജനസമുദായ കടലിൽ കലാപങ്ങൾ, വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിക്കുന്നതാണ്. അത് ഇരമ്യാ പ്രവചനം 25:22, 23 വാക്യങ്ങളിൽ ആ ജനസമുദായ കടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ കണ്ട 4 മൃഗങ്ങൾ 4 രാജാക്കന്മാരാണ് എന്ന് ദാനിയേലിന്റെ പ്രവചനം 7:17 എടുത്ത് പ്രസ്താവിച്ചിട്ടുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇത് 4 രാജ്യങ്ങളിൽപ്പെട്ട രാജാക്കന്മാർ അഥവാ 4 രാഷ്ട്രങ്ങളാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയും. അഥവാ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തി, ബാബേൽ സാമ്രാജ്യം, അതിനുശേഷം കടന്നു വന്ന മേദ്യ പാർസിയ, ഗ്രീസ്, തുടർന്ന് കടന്നു വന്ന റോമ സാമ്രാജ്യം, അപ്പോൾ തന്നെ ഈ അവസാന കാലഘട്ടമാകുന്ന ജനാധിപത്യ ഭരണം. അവർ തമ്മിൽ മനുഷ്യബീജത്താൽ യോജിക്കുമെങ്കിലും ചേരുമെങ്കിലും യോജിക്കപ്പെടാതെ തമ്മിൽ ചിന്നാഭിന്നമായി പോകുന്ന ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇനി ഭാവിയിൽ സംഭവിച്ച 4 പ്രധാന രാഷ്ട്രങ്ങൾ, അതിന്റെ പരാജയങ്ങൾ, ഇതെല്ലാം പ്രവചനത്തിൽ അപ്രകാരം തന്നെ നിറവേറി ഇപ്പോൾ ജനാധിപത്യ ഭരണത്തിൽ നാം വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തതുപോലെ ഒരു ഇലക്ഷനും എല്ലാം നമ്മൾ കഴിഞ്ഞു. ഒരു വശത്ത് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള
നമ്മുടെ ഭാരതത്തിലുള്ള മിക്കവാറും അനേകര് ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി, എങ്കിലും അവർക്ക് ഭരിക്കുവാനായിട്ട് പറ്റുന്നില്ല. പറ്റിയാൽ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇത്രയും സഖ്യകക്ഷികൾ ഒരുമിച്ച് ഭരിച്ചാൽ അത് എപ്രകാരം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഏതാണ്ട് വളരെ ശക്തിയോടുകൂടി ഒരു ഏകാധിപത്യ ഭരണം പോലെ മുൻപോട്ട് പോയ നമ്മുടെ സർക്കാരിന്റെ ഭരണത്തിനും ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എന്നതുപോലെ ഒരു പതനം വന്നിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അന്ത്യകാലഘട്ടം, ഈ ജനാധിപത്യ ഭരണം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ കാലത്തിന് അധികം മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണകൂടങ്ങളെല്ലാം തകർന്നു എങ്കിൽ ഇനിയും എത്രയും വേഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ആസന്നമായി കൊണ്ടിരിക്കുന്നു. അതിനോടുകൂടെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിപ്പാനിരിക്കുന്നു. അതാണ് ഈ 4 സാമ്രാജ്യങ്ങളിൽ കൂടി മുൻകാലങ്ങളിൽ ഉണ്ടായതായ ദർശനം. അതേ നമുക്ക് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ, കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ, വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം